ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ഡിസംബറിലെടുത്ത വീഡിയോ ആണ്. എൻ്റെ സർജറിയും കാര്യങ്ങളും കൊണ്ട് എഡിറ്റ് ചെയ്യാനോ ഒന്നിനും എനിക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. സോ ഞങ്ങൾ ചേച്ചീൻ്റെ വയറ് കാണാൻ പോവാം കേട്ടോ, കൊച്ചിയിലേക്ക്. ചേച്ചി പ്രഗ്നൻ്റ് ആണ്. അപ്പം നമ്മൾ വീടെല്ലാം പൂട്ടി നേരെ അമ്മമ്മേൻ്റെ വീട്ടിലേക്ക് എത്തി. അവിടുന്ന് എല്ലാവരെയും പിക്ക് ചെയ്യണം, ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. 2 മണിക്കായിരുന്നു ഞങ്ങൾക്ക് ട്രെയിന്. അവിടെ 12:30 സമയം. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേനെ പറ്റിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഈ ടൈമൊക്കെ പോകുമ്പോൾ അമ്മമ്മയ്ക്ക് ടെൻഷൻ ആവുമല്ലോ, ഞങ്ങൾക്ക് എന്തേ പറ്റുമോ അത് ഇത്. അപ്പം ഞങ്ങൾ വീട്ടിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. പിന്നെ ഡ്രസ്സിങ് എല്ലാം കഴിഞ്ഞപ്പോൾ കുട്ടേട്ടനാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുട്ടേട്ടൻ്റെ കാറിലും ബാക്കി വഴിയിൽ വേറെ വരുന്നുണ്ട്. പിന്നെ രാവിലെ എണീക്കാൻ മടിയുള്ള ഞാൻ ട്രിപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ എണീക്കാൻ എനിക്ക് ഭയങ്കര എനർജിയാണ്. അങ്ങനെ അത് അടുത്ത കാറും എത്തി. അതിലാണ് മാമയും ചേച്ചിയും ഒക്കെ ഉള്ളത്. അങ്ങനെ അവരെത്തിയതിന് ശേഷം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റർ ചെയ്യാണ്. കുറേ കറങ്ങി തിരിഞ്ഞ് നടന്നു കേട്ടോ, പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ അലഞ്ഞ് നടന്ന് പിന്നെ എല്ലാവരും കൂടെ ഉണ്ടാകുന്ന സമയത്തൊരു വൈബാണല്ലോ. നമ്മളൊന്നും ഇപ്പോൾ ഈവൻ എത്ര റൗണ്ട് അടിച്ചാലും സീനൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്നിട്ടാണെങ്കിലും പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തെത്തി. ഇനി ട്രെയിൻ വരണം. പിന്നെ ഇവിടെ കുറേ തമിഴന്മാരൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നു. അവർക്കെന്തോ ഫസ്റ്റ് എക്സ്പീരിയൻസ് പോലെ. പിന്നെ ട്രെയിൻ വന്നു. നമ്മൾ ട്രെയിനിൽ കയറി. എല്ലാവർക്കും അടുത്തടുത്തായിട്ടോ കിട്ടിയത്. സ്ലീപ്പറാണ് ബുക്ക് ചെയ്തത്, പക്ഷെ ഞാൻ മാത്രം ഒറ്റയ്ക്കായി. പിന്നെ രാവിലെ ആയപ്പോൾ സീറ്റെല്ലാം ഒഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് എത്തി. രാവിലെ ഒരു 7:30 ഒക്കെ ആവാനായി ഉണ്ടാവും. കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ കാറ്റാണ് ഇപ്പോൾ ഈ വീശിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗുഡ് മോർണിംഗ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. പക്ഷെ റെയിൽവേ ഇത് എന്താ പറയുകയാണെങ്കിൽ ക്ലീന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. സ്റ്റെപ്പിലൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എക്സ്പ്രഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് മെട്രോൻ്റെ അടുത്തെത്തി. അവിടെ നിന്നുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു. എവിടെ പോയാലും പൂരിയാണ് കഴിക്കുക. നമ്മൾ മെട്രോയിൽ എത്തി ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ ഇടയ്ക്ക് കൊച്ചിയിൽ വരുന്നതുകൊണ്ട് മെട്രോയിൽ ഫ്രണ്ടിൻ്റെ കൂടെ കയറുന്നതുകൊണ്ട് അവൾ ഇടയ്ക്ക് അവളെ കൂടെ വരും. അതുകൊണ്ട് എനിക്കിതൊരു അത്ഭുതകരമായ എക്സ്പീരിയൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഈച്ച് ആൻഡ് എവറിത്തിങ്, എല്ലാ കാര്യങ്ങളും ഒക്കെ. അങ്ങനെ നമ്മൾ ചേച്ചീൻ്റെ ഫ്ലാറ്റിലേക്ക് നടക്കുകയാണ് കേട്ടോ. മാമൻ താഴേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ചേച്ചീൻ്റെ ഫ്ലാറ്റിൻ്റെ എൻട്രി. ഞാൻ കുറച്ച് മുന്നേ ഒരു പ്രാവശ്യം ഫ്രണ്ടിൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സോടെ സ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടെയൊക്കെ പരിചയമാണ്. അങ്ങനെ ഞങ്ങൾ മാമൻ ലിഫ്റ്റിൽ നിന്ന് വരും എന്ന് വിചാരിച്ചിട്ട് 1 2 3 എന്നൊക്കെ പറഞ്ഞ് മാമനെ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷേ മാമൻ ഞങ്ങളെ സർപ്രൈസ് തന്ന് മാമൻ പാർക്കിങ്ങിലാണ് പോയി ഇറങ്ങിയത്. എന്നിട്ട് അവിടുന്ന് മേലേക്ക് പുറത്തു കൂടെ കയറി വരികയാണ് ചെയ്തത്. നമ്മൾ ലിഫ്റ്റും തുറന്ന് വരുമെന്ന് വിചാരിച്ച് ലിഫ്റ്റിലേക്കും നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് മാമൻ വന്ന് എല്ലാവരെയും മറ്റേ സ്കൂൾ കുട്ടികളെ ബസ്സിൽ കുത്തി കയറ്റുന്ന പോലെ എല്ലാവരും കൂടെ ലിഫ്റ്റിൽ കുത്തി നിറഞ്ഞ് കയറി. വിചാരിച്ച് വെയിറ്റ് ഓവർലോഡായ ലിഫ്റ്റ് എടുക്കൂലല്ലോ, പക്ഷെ എങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ അലപ്പും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് ചേച്ചിയൊക്കെ വന്ന് ഇവർ ഫ്ലാറ്റിൻ്റെ അടുത്തൊക്കെ വേറെ ആൾക്കാർ താമസിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾ ആ ഒരു ബോധമില്ലാതെ ചേച്ചീനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ കാറിക്കൂവി വിളിച്ച്. പിന്നെ ചേച്ചിക്ക് ഈ പ്രഗ്നൻറ്റ് ടൈമിൽ നമ്മളൊരു ചടങ്ങുണ്ടല്ലോ, വയറ് കാണാൻ വരുമ്പോൾ അവിടെ നാട്ടിലുണ്ടാക്കിയ അമ്മയാണ് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അവിടുത്തെ കുറച്ച് പലഹാരം, ചിപ്സ്, അതൊക്കെ ഞങ്ങൾ ചേച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അങ്ങനെ ചേച്ചിയും ഭയങ്കര ഹാപ്പിയായി. ഇത് ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്. അങ്ങനെ ചേച്ചിക്കെല്ലാം കൊടുത്ത സമയത്ത് ചേച്ചിയും ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റിൽ ഓരോ കാര്യങ്ങളും നോക്കുകയാണ്, എന്തൊക്കെയാണെന്ന് ചെറിയ തൊള്ളട്ടിട്ട് നോക്കുകയാണ് എന്താണെന്നൊക്കെ. അങ്ങനെ ചേച്ചിയും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. പിന്നെ ചേച്ചീൻ്റെ അടുത്ത് നാട്ടിലെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഉണ്ണിയപ്പമൊക്കെ കണ്ടപ്പോൾ ചേച്ചി ഭയങ്കര എക്സൈറ്റഡായി. നമ്മുടെ ഷോപ്പിൽ നിന്നൊന്നും വാങ്ങിയതല്ലോ, ഹാൻഡ് മെയ്ഡ് ഉണ്ണിയപ്പമല്ലേ. അങ്ങനെ ഏട്ടനും ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്തായാലും ഫസ്റ്റ് ബേബിയാണ്, ഇപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ ഏട്ടനും അങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ സംഭവം എന്നുള്ള ആ ഒരു ഇതിൽ. അങ്ങനെ പിന്നെ നമ്മളുടെ ഒരു ഫാമിലി ടൈം ഒക്കെ ആയിരുന്നു. പിന്നെ ചേച്ചിയായിട്ട് കുറേ നേരം സംസാരിച്ചു.
ചേച്ചീൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ട് ഞങ്ങളെല്ലാവരും ഡ്രസ്സെല്ലാം മാറ്റി ഫ്രഷായിട്ട് മെട്രോയിലേക്ക് പോയി. കാരണം കൊച്ചിയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ റിട്ടേൺ പോകുന്നതുകൊണ്ട് നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മെറൈൻ ഡ്രൈവിലേക്കായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് പോയത്. എന്താ അവിടെ കാണാനുള്ള ഒന്നുമില്ല, ബോട്ടിങ്. പിന്നെ ബോട്ടിങ്ങൊക്കെ ചെയ്ത് മടുത്തതാണ്. അപ്പോൾ മെറൈൻ ഡ്രൈവ് പോയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല മനസ്സിലായപ്പോൾ ഞങ്ങളതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മാർക്കറ്റ് ഉണ്ടെന്ന് കേട്ട്. അപ്പോൾ ആ മാർക്കറ്റിൽ പോയപ്പോഴാണെങ്കിലോ ക്രിസ്മസ് ആയതുകൊണ്ട് ഫുൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ആ മാർക്കറ്റിലുള്ളായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മാർക്കറ്റൊന്നും ഞങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അവിടെ കുറേ തിരിഞ്ഞ് കളിച്ച് പിന്നെയും മെട്രോ കയറി ചേച്ചീൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ ഏട്ടൻ്റെ അച്ഛന്, ഏട്ടൻ്റെ വൈഫ്, വാവയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടീനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി വാവേനെ കളിപ്പിച്ച്. വാവ ഭയങ്കര ചില്ലാണ് കേട്ടോ, അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ പറഞ്ഞ് മെട്രോയിലേക്ക് വിട്ടോളി. അപ്പോൾ നമ്മളിതുവരെ കേട്ടിട്ടുണ്ട് എന്നല്ലാതെ വാട്ടർ മെട്രോ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഞങ്ങൾക്ക് സ്ഥലങ്ങളിൽ പോകാനൊന്നുമല്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് വാട്ടർ മെട്രോ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടേക്ക് പോയി. അങ്ങനെ അവിടെയും ടിക്കറ്റ് എടുക്കണം. ചെറിയ എന്തോ റേറ്റോ ഉള്ളൂ തോന്നുന്നു, 40 റുപ്പീസോ അങ്ങനെ എന്തോ പെർ ഹെഡ് തോന്നുന്ന റേറ്റ്. ഇത് അധികം ആൾക്കാരും ഇത് യൂസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ട്രാവലിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളിത് ഒരു ബോട്ടിങ് പോലെ എന്താ സംഭവം എന്നറിയാനുള്ള ഒരു ക്യൂരിയസ് കൊണ്ട്, അവർ പറയുന്നത് കേട്ട് ക്യൂരിയസ് കൊണ്ട് എന്താ സംഭവം എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ഗ്യാങ് പോയത്. അവിടെ ഉള്ളവരൊക്കെ ഏതോ അപ്പുറത്ത് എന്താ വൈറ്റില്ല കഴിഞ്ഞാൽ ഏതോ ഒരു സ്ഥലം പറഞ്ഞു, ഏതാണെന്ന് എനിക്കറിയില്ല. ആ ഒരു സ്ഥലത്തേക്ക് പോകാനാണ് ഈ മെട്രോയിലുള്ള ആൾക്കാർ മൊത്തം കരുത്. പക്ഷേ ഞങ്ങൾ മാത്രം അതല്ലായിരുന്നു. ഞങ്ങളുടെ ലക്ഷ്യം പറയുന്നത് എന്താണ് വാട്ടർ മെട്രോ, അതായിരുന്നു ഞങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ ഇതിലുണ്ടായിരുന്ന കാഴ്ചകളും ഒക്കെ നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു. പിന്നെ ഒരുമിച്ച് സീറ്റ് കിട്ടാൻ ഇത് നമ്മൾ ബോട്ടിങ്ങൊന്നുമല്ല, വാട്ടർ മെട്രോ ആണ്. നമ്മൾ ബസ്സിൽ കയറുന്ന പോലെ തന്നെ ആദ്യം കയറുന്നവർ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയവരിക്കും. അതുകൊണ്ട് നമ്മൾ കിട്ടിയ സ്ഥലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് റിട്ടേൺ ടിക്കറ്റും എടുത്ത് റിട്ടേണും അടിച്ചു. അങ്ങനെ വാട്ടർ മെട്രോ എന്താണെന്നുള്ള എക്സ്പീരിയൻസ് എല്ലാം ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. നമ്മളുടെ ട്രെയിൻ 7 മണിക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളുടെ ട്രെയിൻ വന്നു. നമ്മൾ നാട്ടിൽ എത്തി. ഒരു 11-11:30 സംതിങ്ങിനാണ് നമ്മൾ നാട്ടിലെത്തിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെയുള്ള ബിരിയാണി പോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ പോയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരിക്കും ബൈ.